ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 35-ാമത്തെ വാക്യം. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. ജീവിത സായാഹ്നത്തിലേക്ക് എത്തിച്ചേർന്ന ശിമയോൻ എന്ന മനുഷ്യൻ അമ്മ മാതാവിനോട് പറയുന്ന വളരെ വേദനപ്പെടുത്തുന്ന 2 വാക്കുകൾ. അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. ഇവിടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്ന ആ മനുഷ്യൻ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കുന്ന ഒരു നീതിമാനും ഭക്തനുമായ മനുഷ്യനാണ് എന്ന്. ആ മനുഷ്യനെയും പരിശുദ്ധാത്മാവിനെയും വളരെ അടുത്ത കൂട്ടുകാരായാണ് നമ്മൾ കാണുന്നത്. തൊട്ട് മുൻപ് വായിക്കുന്ന വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് അയാളുടെ മേൽ ഉണ്ടായിരുന്നു എന്ന് 25-ാമത്തെ വാക്യത്തിൽ കാണുന്നു. നമുക്കും ആഗ്രഹിക്കാം എന്നും നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകുവാനായി. രണ്ടാമതായി 26-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയതായി നമ്മൾ കാണുന്നു. എത്ര നല്ല സുഹൃത്താണ് പരിശുദ്ധാത്മാവ് ശിമയോന്. മൂന്നാമതായി 27-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അയാൾ ദേവാലയത്തിലേക്ക് വന്നു എന്ന്. അതെ, പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരു സഹായകനായി, ഒരു കൂട്ടുകാരനായി, പരിശുദ്ധാത്മാവ് തരുന്ന നല്ല വിചാരങ്ങളിൽ പ്രേരണയിൽ നടക്കുന്ന ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള ശിമയോനെപ്പോലെ ഒരു വ്യക്തിയായി നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയവിചാരങ്ങൾ അവനിൽ വെളിപ്പെടുവാൻ ഉതകുന്ന വിധത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.